ദേവകി, ദേവകി 12 മണിക്ക് എത്തൂ. 12-ന് മുമ്പ് എത്തുമെന്ന് ആദ്യം പറഞ്ഞത്, പിന്നെ അവരതങ്ങ് മാറ്റി. അയ്യോ, അപ്പൊ കുഴഞ്ഞല്ലോ. ദേവകി, എന്താ? ഞാനന്ന് പറഞ്ഞ പാർട്ടിയില്ലേ, ഇന്ന് എത്തുന്നു. ഇന്നോ? വേഗം ഈ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഇടണം. അവളെവിടെ? സ്വാതി, എടി സ്വാതി, വാ വാ വാ. ടെൻഷനായി. എന്താ? അയ്യേ, ഒരു നല്ല കാര്യം സംസാരിക്കുമ്പോഴാണ് ചൂല് കൊണ്ടുവരുന്നത്. 11 മണിക്ക് മുമ്പ് വീട് മുഴുവൻ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇടണം. തൊഴുത്തടക്കം എല്ലാം ക്ലീൻ ആയിരിക്കണം. വലിയ തറവാട്ടുകാരാ അവര്. ഇത് നടന്ന ഈ കുടുംബത്തിനൊരു അന്തസ്സാ. നടക്കും. ഇത് നടത്താനല്ലേ ഞാൻ. ഭാസ്കര, ഓ, ദേവപ്രിയയുടെ കഴിയുമ്പോ ഇവൾക്കും കൂടെ ഒരു ചെറുക്കനെ നോക്കണം. ആർക്ക്? ഇവക്കോ? നന്നായി. ഇതുപോലെ വണ്ണമുള്ള പെണ്ണിന് എവിടെന്ന് ചെറുക്കനെ കിട്ടാനാ അരവിന്ദേട്ടന്റെ അമ്മേ? ഇപ്പോഴത്തെ ചെറുക്കന്മാരൊക്കെ 6 പാക്കാ. അവർക്ക് മെലിഞ്ഞ പെണ്ണുങ്ങളെയാ താല്പര്യം. ഇവളുടെ ആലോചനയും കൊണ്ട് ചെന്ന് അവരെന്നെ തല്ലിക്കൊല്ലും. എന്നാലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ ഈ ലോകത്ത് ഇവൾക്ക് ചേരുന്ന ഒരാള്? ബുദ്ധിമുട്ടാ. പിന്നെ വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഈ വണ്ണം കുറയത്തൊന്നുമില്ല. ഭയങ്കര തീറ്റയാ, ഭയങ്കര തീറ്റ. ഒരു കലം പഴങ്കഞ്ഞിയാ ഒരു നേരം കുടിക്കുന്നത്. ഈ വണ്ണം കുറയത്തൊന്നുമില്ല. എങ്ങനെ കുറയാനാ? അതുകൊണ്ട് അമ്മാവന് ലോഡിറക്കാൻ പറ്റിയില്ലേ? 3 ആള് ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യും. അമ്മയും മോളും അടുക്കള കയറിയിട്ട് എത്ര നാളായിന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. അതെ, അത് നിന്റെ ഔദാര്യമൊന്നുമല്ല. ഇത്രയും നാള് ഞാനാ നിനക്ക് ചെലവിന് തന്നത്. തന്തയും തള്ളയില്ലാത്ത അനാഥയാണ് നീ എന്ന് മറക്കണ്ട ഓരോ തോന്നിയാസം പറയുമ്പോ.